ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ മലയാളമാണ്. കേരള പാഠാവലി ലാസ്റ്റ് യൂണിറ്റ്. ഉണർന്നുയരാം എന്നതാണ് യൂണിറ്റിന്റെ പേര്. ചാപ്റ്ററിന്റെ പേര്, ആദ്യ ചാപ്റ്റർ ആണ്, ആദ്യ പാഠം ചെമ്പകപ്പൂവ്. അപ്പോൾ ഉണർന്നുയരാം എന്നതാണ് യൂണിറ്റിന്റെ പേര്. ചാപ്റ്ററിന്റെ പേരെന്താ? ചെമ്പകപ്പൂവ്. അപ്പൊ നമുക്ക് നോക്കാം. ഇത് ഒരു പോയമാണ്, കവിതയാണ്. ഈ കവിത ഒന്ന് വായിക്കാം. കവിതയുടെ ആസ്വാദനം നമ്മൾ വേറൊരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഇതിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും തുടർന്നുള്ള പ്രവർത്തനങ്ങളുമാണ്, അതിന്റെ ഉത്തരങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ചെമ്പകപ്പൂവിൽ ആദ്യം തന്നെ കാണിച്ചിരിക്കുന്നത് ഒരു മരം, തന്നെ അതിൽ ചെമ്പകപ്പൂ കാണിച്ചിട്ടുണ്ട്. ഇവിടെ തന്നിരിക്കുന്നത് ഒന്ന് വായിച്ചു നോക്കാം. കളികൾ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. മുതിർന്നവരും നിങ്ങളും കൂടി ഒളിച്ചു കളിച്ചിട്ടുണ്ടോ? ഇവിടെ നമുക്കൊരു ഒളിച്ചുകളിയെ കുറിച്ചറിയാം. ചെമ്പകപ്പൂവ് നോക്കാം. അമ്മേ, ആ കാണുന്ന ചെമ്പകത്തിന്റെ നിറുകയുള്ള കൊമ്പിൽ ഞാൻ വെറുതെ രസത്തിന് ഒരു പൂവായി വിരിഞ്ഞ് ഇളം കാറ്റിനൊപ്പം തലകുലുക്കുകയും തളിരിലകൾക്കുമീതെ തുള്ളിച്ചാടി നൃത്തം വയ്ക്കുകയും ചെയ്താൽ അമ്മയ്ക്ക് എന്നെ തിരിച്ചറിയാനാകുമോ? അതാ കുട്ടിയുടെ ചോദ്യമാണ്. ആരോട്? അമ്മയോട് അല്ലെ. ആ ചെമ്പകപ്പൂവായിട്ട് ഞാൻ മാറിക്കഴിഞ്ഞാൽ, അതായത് കാറ്റ് വീശുന്ന സമയത്ത് ഞാനിങ്ങനെ ഇളം കാറ്റിനൊപ്പം തലകുലുക്കുകയും അതുപോലെ ആടുകയൊക്കെ ചെയ്യുന്ന സമയത്ത് അമ്മയ്ക്ക് എന്നെ അതിൽ നിന്ന് തിരിച്ചറിയാൻ സാധിക്കുമോ എന്ന് കുട്ടി ചോദിക്കുന്നു. അമ്മ വിളിക്കും, എൻ്റെ കുട്ടി, നീ എവിടെയാണ്? അപ്പോൾ ഞാൻ ഇലകൾക്കിടയിലേക്ക് ഒന്നുകൂടി പതുങ്ങുകയും സ്വയം ഊറിച്ചിരിക്കുകയും ചെയ്യും. അപ്പൊ എന്താണ്? അമ്മ വിളിക്കുമല്ലോ, എൻ്റെ കുട്ടി നീ എവിടെയാണ് ചോദിക്കുമ്പോൾ ഈ ഇലകളുടെ ഇടയിലേക്ക് പൂവായിട്ട് മാറിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇലകളുടെ ഇടയിലേക്ക് പോയി പതുങ്ങിയിട്ട് അവിടെ നിന്നിട്ട് ഊറിച്ചിരിക്കുമെന്ന് കുട്ടി പറയുന്നുണ്ട് അല്ലെ. എൻ്റെ ഇതളുകൾ പയ്യെ വിരുത്തി അമ്മ ചെയ്യുന്നതെല്ലാം ഞാൻ നോക്കിക്കാണും. പിന്നെന്താ? അവിടെ നിന്നുകൊണ്ട് ഇതളുകൾ പതുക്കെ നിവർത്തിയിട്ട് അമ്മ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഞാൻ അവിടെ നിന്ന് നോക്കിക്കാണും. കുളി കഴിഞ്ഞ് ഈറൻ മുടിയിഴകൾ ചുമലിലേക്ക് വിതുർത്തിയിട്ട് ഈ ചെമ്പകത്തണലിലൂടെ തൊടിയിലെ പ്രാർത്ഥനാലയത്തിലേക്ക് പോകുമ്പോൾ ഒരു പുതുപൂവിന്റെ മണം തീർച്ചയായും അമ്മ ശ്രദ്ധിക്കും. അത് എന്നിൽ നിന്നാണ് വരുന്നതെന്നറിയാതെ. അപ്പോൾ അമ്മ രാവിലെ കുളിയെല്ലാം കഴിഞ്ഞ് അല്ലെ, മുടിയൊക്കെ നനഞ്ഞിട്ടുണ്ടാവും, അതെല്ലാം വിരുത്തിയിട്ടിട്ട് അമ്മ എവിടേക്ക് പോവാ? ചെമ്പകമരത്തിന്റെ താഴെ കൂടെ അല്ലെങ്കിൽ തണലിലൂടെ അവരുടെ തൊടിയിൽ ഒരു അമ്പലമുണ്ട്, പ്രാർത്ഥനാലയം. അങ്ങോട്ട് പോകുന്ന സമയത്ത് ഈ ചെമ്പകത്തിന്റെ മണം, ആ ഒരു പുതിയ പൂവിന്റെ മണം അമ്മ ഉറപ്പായി നോട്ടീസ് ചെയ്യും, അമ്മ ഉറപ്പായി ശ്രദ്ധിക്കും. അത് ഞാനാണെന്ന് അറിയാതെ അല്ലെ, എൻ്റെ നിന്നാണ് ആ മണം വരുന്നതെന്ന് അറിയാതെ എന്നാണ് കുട്ടി പറയുന്നത്. ഉച്ചയൂണ് കഴിഞ്ഞ് തൊടിയിലേക്ക് തുറന്നിട്ട ജനൽപ്പടിയിൽ ശിരസിലും മടിയിലും ഈ വൻമരത്തിന്റെ തണൽ പതിപ്പിച്ചുകൊണ്ട് അമ്മ ഗ്രന്ഥം വായിച്ചിരിക്കുമ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞുനിഴൽ അമ്മ അപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഏടിലെ വരികൾക്കിടയിലേക്ക് കൃത്യമായി വീഴ്ത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് ജനലിന്റെ അരികിലിരുന്ന് അമ്മ പുസ്തകം വായിക്കുന്ന സമയത്ത് നിഴലല്ലേ, ഉച്ചയ്ക്ക് നിഴലുണ്ടാവും മരത്തിന്റെ, ആ ഒരു നിഴലായിട്ട് വന്ന് ആ പേജിലെ, ഏടെന്ന് പറഞ്ഞ പേജാണ്, ആ പേജിലെ വരികൾക്കിടയിലേക്ക് ഒരു ഷാഡോ ആയിട്ട് നിഴലായി വന്ന് കറക്റ്റായിട്ട് പതിക്കും. തുള്ളിക്കളിക്കുന്ന ആ കൊച്ചു നിഴൽ കുട്ടിയുടേതാണെന്ന് അമ്മയ്ക്ക് തിരിച്ചറിയാനാകുമോ? ആ മാറി മാറി വരുന്ന ആ നിഴലുകൾ അമ്മയുടെ കുട്ടിയുടേതാണെന്ന് അമ്മയ്ക്ക് തിരിച്ചറിയാൻ സാധിക്കുമോ എന്നാണ് ഈ കുട്ടി ചോദിക്കുന്നത്. കുട്ടി ഒരു പൂവായി മാറിക്കഴിഞ്ഞാലുള്ള കഥയാണ് കേട്ടോ ഇത്. കൊളുത്തിപ്പിടിച്ച കൈവിളക്കുമായി സന്ധ്യയ്ക്ക് അമ്മ പശുത്തൊഴുത്തിലേക്ക് പോകുമ്പോൾ ഞാൻ പെട്ടെന്ന് ഞെട്ടറ്റ് മണ്ണിൽ പതിക്കുകയും അമ്മയുടെ പഴയ കുട്ടിയായി മാറി ഒരു കഥ കേൾക്കാനായി വാശി പിടിക്കുകയും ചെയ്യും. ദെൻ ഈവനിങ് ആകുമ്പോൾ, സന്ധ്യ ആവുന്ന സമയത്ത് അമ്മ പശുത്തൊഴുത്തിലേക്ക് പോകുന്ന സമയത്ത് ഞാൻ ആ ചെമ്പകപ്പൂവായ ഞാൻ ഞെട്ടറ്റ് താഴെ വീഴും, മണ്ണിൽ പതിക്കും. ശേഷം ഞാൻ വീണ്ടും കുട്ടിയായി തന്നെ മാറുകയാണ്. എന്നിട്ട് അമ്മ പറയുന്ന കഥ കേൾക്കാനായി വാശി പിടിക്കുകയും ചെയ്യും. അപ്പോഴും ഇത് മാത്രമായിരിക്കും നമ്മൾ പറയുക, വികൃതി, നീ ഇതുവരെ എവിടെയായിരുന്നു? അയ്യോ, അത് മാത്രം പറഞ്ഞുകൂടാ അമ്മേ. അപ്പൊ എന്തായിരിക്കും അമ്മ ചോദിക്കുക? നീ ഇതുവരെ എവിടെയായിരുന്നു ചോദിക്കും. അപ്പൊ അത് മാത്രം ഞാൻ പറയില്ല അമ്മേന്ന് കുട്ടി ആൻസറും പറയും. അപ്പൊ ഇതാണ് നമ്മുടെ കവിത. ഈ കവിതയുടെ ആസ്വാദനം അല്ലെങ്കിൽ അതിന്റെ അർത്ഥം വരുന്ന ഡീറ്റെയിൽഡ് ആയിട്ടുള്ളത് നമ്മൾ വേറെ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇത് രവീന്ദ്രനാഥ ടാക്കൂറിന്റെ ആണ്. പരിഭാഷ ചെയ്തിരിക്കുന്നത് KV സുരേഷ് ആണ്. നമുക്ക് നോക്കാം. ആദ്യ ചോദ്യം വായിക്കാൻ പറയാം. ചെമ്പകക്കൊമ്പിൽ പൂവായി വിരിയുന്ന കുട്ടി ആദ്യം അമ്മയുടെ ശ്രദ്ധ ആകർഷിക്കുന്നത് എങ്ങനെയെല്ലാം? ആൻസർ, ഉത്തരം, ഇളം കാറ്റിനൊപ്പം തല കുലുക്കുകയും തളിരിലകൾക്കുമീതെ തുള്ളിച്ചാടി നൃത്തം വയ്ക്കുകയും ചെയ്യും. അങ്ങനെയാണ് ആദ്യം അമ്മയുടെ ശ്രദ്ധ ആകർഷിക്കുന്നത്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എൻ്റെ കുട്ടി നീ എവിടെയാണ് എന്ന അമ്മയുടെ ചോദ്യം കേൾക്കുമ്പോൾ കുട്ടി ചെയ്യുന്നത് എന്തെല്ലാമായിരിക്കും? ഉത്തരം, അമ്മയുടെ ചോദ്യം കേൾക്കുമ്പോൾ ഇലകൾക്കിടയിലേക്ക് ഒന്നുകൂടി പതുങ്ങുകയും ഊറിച്ചിരിക്കുകയും ചെയ്യും. ഇതളുകൾ പയ്യെ വിരുത്തി അമ്മ ചെയ്യുന്നതെല്ലാം നോക്കി കാണും. ഇവിടെ ഇടയിലേക്ക് എന്നുള്ളത് 2 ആണ് കേട്ടോ. നെക്സ്റ്റ്, ഒരു പുതുപൂവിൻ്റെ മണം അമ്മയുടെ ശ്രദ്ധയിൽപ്പെടുന്നത് എപ്പോഴാവും? ഉത്തരം, ചെമ്പകത്തണലിലൂടെ തൊടിയിലെ പ്രാർത്ഥനാലയത്തിലേക്ക് പോകുമ്പോൾ പുതുപൂവിൻ്റെ മണം അമ്മയുടെ ശ്രദ്ധയിൽ വരുന്നു. അടുത്ത ചോദ്യം, അമ്മ ഗ്രന്ഥം വായിച്ചിരിക്കുമ്പോൾ എന്തു ചെയ്യാനാണ് കുട്ടി ശ്രമിക്കുക? ആൻസർ, അമ്മ ഗ്രന്ഥം വായിച്ചിരിക്കുമ്പോൾ പൂവ് തൻ്റെ കുഞ്ഞു നിഴൽ അമ്മ വായിച്ചുകൊണ്ടിരിക്കുന്ന ഏടിലെ വരികൾക്കിടയിലേക്ക് വീഴ്ത്തിക്കൊണ്ടിരിക്കും. പഴയ കുട്ടിയെ അമ്മയ്ക്ക് തിരിച്ചു കിട്ടുന്നതിനെക്കുറിച്ച് കുട്ടി പറയുന്നത് എന്ത്? ഉത്തരം, കൊളുത്തിപ്പിടിച്ച കൈവിളക്കുമായി സന്ധ്യയ്ക്ക് അമ്മ പശുത്തൊഴുത്തിലേക്ക് പോകുമ്പോൾ പൂവ് പെട്ടെന്ന് ഞെട്ടറ്റ് മണ്ണിൽ പതിക്കുകയും അമ്മയുടെ പഴയ കുട്ടിയായി മാറുകയും ചെയ്യുന്നു എന്നാണ് കുട്ടി പറഞ്ഞത്. ഫുൾ സ്റ്റോപ്പ് ഉണ്ട്. അയ്യോ, അതുമാത്രം പറഞ്ഞുകൂടാ അമ്മേ എന്ന് കുട്ടി പറയുന്നത് എന്തിനെ കുറിച്ചാണ്? ആൻസർ, കുട്ടി അത്രയും നാൾ എവിടെയായിരുന്നു എന്ന അമ്മയുടെ ചോദ്യത്തിനാണ് കുട്ടി അത് പറയില്ല എന്ന് ഉത്തരം പറഞ്ഞത്. അപ്പോൾ ഇത്രയുമാണ് ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ. ഇനി നമുക്കിതിലൊരു ആക്ടിവിറ്റി ഉണ്ട്. 1 അല്ല 2 വരയ്ക്കാം, നിറം കൊടുക്കാം ഉണ്ട്. കവിതയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചില സന്ദർഭങ്ങളെ ചിത്രങ്ങളാക്കുക. ചിത്രത്തിനടിയിൽ ആ സന്ദർഭത്തെ സൂചിപ്പിക്കുന്ന വരികളും എഴുതുക കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം, ഇത് ഞാൻ കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു സന്ദർഭം എന്താക്കുക, ചിത്രമാക്കുക. എന്നിട്ട് ആ വരികൾ എടുത്തൊന്ന് എഴുതുക കേട്ടോ. അടുത്തത്, ചെമ്പകപ്പൂവായി മാറിയ കുട്ടി. ചെമ്പകപ്പൂവായി മാറിയ കുട്ടിയുടെ മനസ്സിലും പ്രവർത്തികളിലും നിറഞ്ഞു നിൽക്കുന്ന കുട്ടിത്തത്തെ ഈ കവിതയിൽ മനോഹരമായി ആവിഷ്കരിച്ചിട്ടുണ്ട്. കുട്ടിക്ക് അമ്മയോടുള്ള സ്നേഹത്തെക്കുറിച്ചും അത് അറിയിക്കാനായി കുട്ടി നടത്തുന്ന ശ്രമങ്ങളെക്കുറിച്ചും നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കുറിപ്പായി എഴുതൂ. ഉത്തരം നോക്കാം. ഏറെ ഹൃദ്യമായ ഒരു കവിതയാണ് ചെമ്പകപ്പൂവ്. ചെമ്പകപ്പൂവായി മാറിയ കുട്ടിയുടെ മനസ്സിലും പ്രവൃത്തികളിലും നിറഞ്ഞു നിൽക്കുന്ന കുട്ടിത്തത്തെ ഈ കവിതയിൽ മനോഹരമായി അവതരിപ്പിച്ചിരിക്കുന്നു. കുട്ടിയുടെ ചിന്തകൾ അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട അമ്മയുമായി ചേർന്നു നിൽക്കുന്നു. മുറ്റത്തെ ചെമ്പകപ്പൂവായി മാറുമ്പോഴും അവൾ അമ്മയ്ക്കു ചുറ്റുമാണ് സഞ്ചരിക്കുന്നത്. പൂവായി മാറിയാൽ അമ്മ അവളെ തിരിച്ചറിയുമോ എന്നാണ് കുട്ടിയുടെ ആദ്യ ചിന്ത. കുട്ടിയെ കാണാതിരുന്നാൽ അമ്മ വിഷമിക്കുമെന്നും അവളെ തേടി നടക്കുമെന്നുമുള്ള തിരിച്ചറിവും അവളിലുണ്ട്. കുസൃതിയോടെ അമ്മയുടെ ഓരോ പ്രവൃത്തികളും നോക്കിക്കാണാൻ അവൾ ശ്രമിക്കുന്നു. ഒരു പുതു പൂമണമായി അമ്മയിലേക്ക് സുഗന്ധം പകരാനും അവൾ ആഗ്രഹിക്കുന്നു. ഗ്രന്ഥം വായിച്ചിരിക്കുന്ന അമ്മയുടെ പുസ്തകത്തിലെ നിഴലായും അവൾ മാറുന്നുണ്ട്. ഭാവിയിൽ ജീവിതത്തിലും അമ്മയ്ക്ക് തണലായി മാറണമെന്ന ചിന്ത ഇതിൽ ഉൾച്ചേരുന്നുണ്ട്. സന്ധ്യയ്ക്ക് അമ്മ പശുത്തൊഴുത്തിലേക്ക് പോകുമ്പോൾ പെട്ടെന്ന് ഞെട്ടറ്റ് മണ്ണിൽ പതിക്കുകയും അമ്മയുടെ പഴയ കുട്ടിയായി മാറാനും അവൾ ആഗ്രഹിക്കുന്നു. എത്ര വലുതായാലും അമ്മയുടെ മടിത്തട്ടിനെ ഏറ്റവും സുരക്ഷിതമായ ഇടമായി കാണുന്ന മാതൃപുത്ര സ്നേഹത്തിന്റെ ആഴം ഈ വരികളിലുണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ ചെമ്പകപ്പൂവ് എന്നതിലെ ചോദ്യോത്തരങ്ങളും അതുപോലെ ആക്ടിവിറ്റീസ് പ്രവർത്തനങ്ങളും. ഇനി ഇതിൻ്റെ ആസ്വാദനമാണ്. അത് നമ്മളുടെ വേറെ ക്ലാസ്സിൽ ഉണ്ടായിരിക്കും. അതിൻ്റെ ലിങ്ക് എല്ലാം നമ്മൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെല്ലാം കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ പ്ലേലിസ്റ്റൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആവശ്യമുള്ള ക്ലാസ്സുകളോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് വാച്ച് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.